നൻപൻ നൻപീസ്, ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട മിഥുൻ അണ്ണൻ ചലഞ്ചിങ് സ്റ്റാർ. അല്ല നീ എന്താ ഇവിടെ ഒരു ക്രിമിനലിനെ പൊക്കാൻ ഇറങ്ങിയതാ. ഇതുപോലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് സ്പൂഫ് പരിപാടി. ഇതുപോലുള്ള കോമാളി വേഷങ്ങൾ തെരഞ്ഞെടുത്ത് ചെയ്യുക എന്നുള്ളത് വിജയ അണ്ണയ്ക്കൊരു ഹോബിയാണ് തോന്നുന്നു. ഇവനൊന്ന് ശരിയാക്കും ഞാൻ. ഓടാ അവിടുന്ന്. സിനിമേനെ കുറിച്ച് ABCD അറിയില്ല, എന്നിട്ടോ ഉണ്ടാക്കുന്ന റിവ്യൂ. മൂക്കത്താണല്ലോ കുണ്ടി. ഇപ്പൊ മമ്മൂക്കേന്റെ സിനിമ ഇറങ്ങിക്കോട്ടെ, വിജയണ്ണന്റെ പടം ഇറങ്ങിക്കോട്ടെ, അപ്പൊ അവന് നെഗറ്റീവ്, അവന് അപ്പം കുരു കൊട്ടും. ഞാൻ ഈ വിഗ്രഹം വെച്ച് കീഴടങ്ങി. ഞാനൊരു തെറ്റ് ചെയ്തു, എന്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ. ഓടാ അവിടുന്ന്. കോമാളി നീ തന്നെയാണ്, മനസ്സിലാക്കിയാ മതി. എന്റെ ഓളത്. ഇതൊക്കെ പറയാൻ താനാരാ? സിംഹം. സിംഹോ? അതെ. இந்த சினிமா உலகத்தில இவரை மாதிரி நடிக்க ஒருத்தனும் கிடையாது. ആളിനെ നമുക്ക് മനസ്സിലായി. ലവ് യു അണ്ണ. ആഞ്ജനേയ സ്വാമി. ചങ്ക് പൊട്ടാണ്. നിനക്ക് എന്താ അസുഖം? എനിക്ക് അസുഖമൊന്നുമില്ല. എന്നാലും സഹിക്കുന്നില്ല. ഇവൻ കരയുന്ന വിചാരിക്കും ഇവന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്. ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഡെഡിക്കേഷൻ കാര്യം ചെയ്യുന്ന കയ്യിലൊരു മുറിവുണ്ടപ്പോ എന്റെ ചങ്ക് പൊട്ടുകയാണ്. എടാ, അച്ഛന്റെ അമ്മേന്റെ കൈ ഒന്ന് നോക്കി നോക്കി എത്ര മുറിവുണ്ടാവുന്നു. എന്നിട്ട് നീ ഒന്നും ചിന്തിക്കേ. സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായി. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. ഈ മാനേജേഴ്സ് ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ? സിനിമേന്റെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. സിനിമേനോടുള്ള ഇഷ്ടം ഇത് എന്നാലും സഹിക്കുന്നില്ല. നിന്റെ 50 പൈസയുടെ ആക്ടിങ് ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരുന്ന ഓസ്കാർ അവാർഡ് എടുത്തോ. എന്നിട്ട് അണ്ണാക്കിലേക്ക് തിരിക്കോ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.